ഇനി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുവരെ പറഞ്ഞത് അല്പമായതിനു വേണ്ടി പ്രയത്നിക്കുന്നത് വ്യർത്ഥമാണ്, അതിൻ്റെ ആവശ്യമില്ല. എങ്ങനെയാണ് അപ്പോൾ പ്രവർത്തിക്കേണ്ടത്? അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. കർമ്മണ്യസ്ത്വധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാതേ സങ്കോസ്ത്വകർമ്മണി. പ്രചാരത്തിലുള്ള ശ്ലോകം കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാതേ സങ്കോസ്ത്വകർമ്മണി. ആദ്യത്തെ ഭാഗത്താണ് വ്യത്യാസമുള്ളത്. വലിയ അർത്ഥവ്യത്യാസമൊന്നും ഇല്ല. ഭഗവാൻ പറയുന്നത് കർമ്മത്തിൽ മാത്രമാണല്ലയോ അർജുന നിനക്ക് അധികാരമുള്ളത്, കർമ്മഫലത്തിൽ നിനക്ക് അധികാരമില്ല. ഈ ഭാഗം നമ്മൾ പലപ്പോഴും അർത്ഥം പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യണം എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം ഈ വരികളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. കർമ്മഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക അസാധ്യമാണ്. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളത് അസാധ്യമായതാണ്. അസാധ്യമായ കാര്യമാണ് ആധ്യാത്മികതയുടെ പേരിൽ നമ്മളോട് ചെയ്യാൻ പലരും ആവശ്യപ്പെടുന്നത്. ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. നമുക്കാണെങ്കിൽ ഇത് കേട്ട അന്നു മുതൽ ആഗ്രഹങ്ങൾ ഇല്ലാതാകണം എന്ന ആഗ്രഹം ഉണ്ടായി തുടങ്ങി. അങ്ങനെ ആഗ്രഹിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നുമില്ല. അതെന്തുകൊണ്ടാണ്? ആഗ്രഹിക്കാതിരിക്കാൻ മനുഷ്യന് സാധ്യമാണോ? ആഗ്രഹങ്ങളോട് നമ്മുടെ സംസ്കാരത്തിന് ഇത്ര വിരോധമുണ്ടോ? നമുക്ക് അശ്വമേധ പർവ്വത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് കൊടുക്കുന്ന ഒരു ഉപദേശം കേൾക്കാം. യുദ്ധക്കെടുതിയിൽ ദുഃഖിതനായിരിക്കുന്ന, കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷം ദുഃഖിതനായിരിക്കുന്ന യുധിഷ്ഠിരനോട് ദുഃഖനിവൃത്തിക്കായിക്കൊണ്ട് അശ്വമേധയാഗം ചെയ്യാൻ ഭഗവാൻ വ്യാസൻ അഭിപ്രായപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. ഒരു യുദ്ധത്തിൻ്റെ കെടുതിയിൽ ദുഃഖിതനായിരിക്കുന്ന യുധിഷ്ഠിരനോട് അനവധി ദുഃഖങ്ങൾക്ക് സാധ്യമുള്ള, അനവധി യുദ്ധങ്ങൾക്ക് സാധ്യതയുള്ള അശ്വമേധയാഗം ചെയ്യാൻ ഭഗവാൻ വ്യാസൻ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ വ്യാസൻ പറഞ്ഞത് യുധിഷ്ഠിരൻ ഉടനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞു. യുധിഷ്ഠിരൻ്റെ ദുഃഖത്തിനൊട്ടെ ഒരു കുറവുമില്ല. കാലം ദുഃഖത്തെ മായ്ച്ചു കളയുമെന്നുള്ളതൊന്നും യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ശരിയായില്ല. വ്യാസഭഗവാന്റെ ഉപദേശം അനുസരിക്കാൻ വൈമനസ്യം കാണിച്ചു ദുഃഖിതനായിരിക്കുന്ന യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് നടത്തുന്ന ഒരു ഉപദേശമുണ്ട്. കാമഗീതയെ പറ്റിയിട്ട് കാമഗീത ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആ ഭാഗമാണ് നമ്മളൊന്ന് കേൾക്കാൻ പോകുന്നത്. ഭാഷാഭാരതം, കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ നമ്പരാൻ്റെ ഭാഷാഭാരതത്തിലെ അശ്വമേധിക പർവ്വത്തിലാണ് ഈ 13ാമത്തെ അധ്യായം. അതിലെ 12ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പഴമക്കാരിങ്ങു ചൊല്ലൂ കാമഗീതകൾ ഗാഥകൾ അവയെല്ലാം ചൊല്ലുവത് കേട്ടുകൊള്ളുക യുധിഷ്ഠിര. അല്ലയോ യുധിഷ്ഠിര, പഴമക്കാര് പറഞ്ഞിട്ടുള്ള കാമഗീതകൾ ഞാൻ പറഞ്ഞു തരാം, അത് കേട്ടുകൊള്ളൂ. കാമദേവന്റെ മൊഴിയായിട്ടാണ്, കാമദേവൻ പറഞ്ഞതാണ് ഇനി യുധിഷ്ഠിരനോട് പറയാൻ പോകുന്നത്. ഉപായമില്ലാതെ എന്നെ കൊല്ലുവാൻ പറ്റില്ലൊരാൾക്കുമേ, ശാസ്ത്രത്തിങ്കൽ ബലം കൊണ്ടാരെന്നെ കൊല്ലുവാൻ ഒരുങ്ങുമോ, അവൻ്റെ ആ ശസ്ത്രമതിൽ വീണ്ടും ഞാൻ ഉദ്ഭവിക്കുവൻ. ദക്ഷിണാഢ്യമഖം കൊണ്ടാരെന്നെ കൊല്ലുവാൻ ഒരുങ്ങുമോ, ജംഗമേ ധർമ്മമിമ്മട്ടങ്ങു വീണ്ടും ഞാൻ ഉദ്ഭവിക്കുവൻ. വേദാംഗങ്ങൾ കൊണ്ടാരെന്നെ കൊല്ലുവാൻ ഒരുങ്ങുമോ, സ്ഥാവരത്തിൽ ധർമ്മരൂപി പോലെയങ്ങ് ഉദ്ഭവിക്കുവൻ. എന്നെ ധൃതീനാൽ കൊല്വാനാരുന്നും സത്യവിക്രമൻ, അവനു ഭാവമാവും ഞാൻ അവനെന്നെ അറിഞ്ഞിടാ. ആരെന്നെ കൊല്ലുവാനുന്നും തപസ്സാൽ സംശിതവ്രതൻ, ആയവന്റെ തപസ്സിങ്കൽ വീണ്ടും ഞാൻ ഉദ്ഭവിക്കുവൻ.
ആരെന്നെ കൊല്ലുവാനൊന്നും മോക്ഷമാണ്ടിട്ടു പണ്ഡിതൻ, മോക്ഷപ്രിയൻ അവനീ ഞാൻ നൃത്തം വെപ്പൻ ഹസിക്കുവൻ, അവധ്യൻ സർവജീവിക്കും ഞാൻ ഒരുത്തൻ സനാതനൻ. കാമം പറയുകയാണ്, എന്നെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല. എന്നെ കൊല്ലുവാൻ, എന്നെ ഇല്ലാതാക്കുവാൻ ഏതുപായമാണോ സ്വീകരിക്കുന്നത് ആ ഉപായത്തിൽ ഞാൻ വസിക്കും. എന്നെ ഒരു കാരണവശാലും കൊല്ലാൻ സാധിക്കില്ല. അവധ്യൻ സർവജീവിക്കും ഞാൻ ഒരുത്തൻ സനാതനൻ. എന്നിട്ട് ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, എന്നാൽ അങ്ങാ കാമനെയും ദക്ഷിണാഢ്യമഖങ്ങളാൽ ധർമ്മത്തിലാക്കൂ രാജാവേ, നിനക്കതിലവൻ വരും. യുധിഷ്ഠിരനോട് ഉപദേശിക്കുകയാണ് കാമം ധാർമ്മികമാക്കാൻ. ധാർമ്മികമായി ആക്കി മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ സാധ്യം അല്ല. ശ്രമിച്ചു നോക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ നടക്കുകയില്ല. ആഗ്രഹിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊടും തപസ്സനുഷ്ഠിക്കുന്ന ആളുപോലും ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ആഗ്രഹത്തോട് നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് വലിയ വിരോധമൊന്നുമില്ല എന്നുള്ളത് കാണിക്കാൻ തൈത്തിരീയോപനിഷത്തിലെ ഒരു ഭാഗം വായിക്കാം. തൈത്തിരീയോപനിഷത്തിലെ 2-ാം വല്ലിയിലെ 6-ാം അനുവാകത്തിൽ ഒരിടത്ത് പറയുന്നു, സോ അകാമയത ബഹുസ്യാം പ്രജായേതി, അതിനാഗ്രഹം തോന്നി പലതായി തീരാൻ. ഏകമായതിൻ്റെ ആഗ്രഹപൂർത്തീകരണമാണ് അനേകം. ഏകമായതിലുള്ള ആഗ്രഹങ്ങളുടെ അംശം, കാമത്തിൻ്റെ അംശം അനേകമായതിലും ഉണ്ടാകും. കാരണം ഏകമായതാണ് അനേകമായി മാറിയത്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ആസ് സച്ച് കുഴപ്പക്കാരല്ല. പിന്നെന്താ, നമുക്ക് ചില ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം കുറേ കാലത്തേക്ക് നിൽക്കാത്തത്. നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും ധാർമ്മികങ്ങളല്ല. ധാർമ്മികമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കൂട്ടര് ഉറപ്പിച്ച നല്ലത് എന്നുള്ളതാണോ ധാർമ്മികത? ഒരു കൂട്ടർ തീരുമാനിച്ചുറപ്പിച്ച നല്ലതല്ലാത്തത് അധാർമികം, അങ്ങനെയാണോ? അങ്ങനെയല്ല ധർമ്മം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ധർമ്മം എന്നുള്ള വാക്കിനർത്ഥം സ്വഭാവം എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരിക്കുമുള്ള ഭാവം. ഇന്നത്തെ കാലത്ത് അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ചെറുപ്പനാളു മുതലേ നമ്മൾ ട്രെയിൻഡാണ് നമ്മുടെ സ്വഭാവത്തെ മറച്ച് വയ്ക്കുന്നത്. നമ്മൾ സ്വഭാവാനുസൃതമല്ല പലപ്പോഴും പെരുമാറുക. നമ്മൾ പഠിച്ച് ശീലിച്ച അറിവിനനുസരിച്ചിട്ടാണ് പെരുമാറുക. നമ്മുടെ പല ആഗ്രഹങ്ങളും അതുകൊണ്ട് സ്വാഭാവികമായതല്ല. ഉദാഹരണത്തിന്, ഒരു കാറ് വാങ്ങാൻ ആഗ്രഹം തോന്നി. എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടായത്? പരസ്യങ്ങൾ പലപ്പോഴായിട്ട് കണ്ടപ്പോൾ ഉണ്ടായതാണ് ആഗ്രഹം. ഒരു കാറ് വേണം, അത് ഇന്ന മേക്ക് വേണം. അതിൻ്റെ വിലയൊക്കെ പോയി അന്വേഷിച്ചു, അത് കിട്ടാനുള്ള ഉപായമൊക്കെ മനസ്സിലാക്കി വെച്ചു, പ്രവർത്തിച്ചു, അത് കിട്ടി. ആ കാറ് കിട്ടുന്ന അന്ന് വലിയ സന്തോഷമായിരിക്കും. അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുമ്പോഴും സന്തോഷമുണ്ടാകും. അതിൽ കയറി കുറച്ച് നാൾ സവാരി നടത്തുമ്പോഴും ആ സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ സന്തോഷം ഇല്ലാതെയാകും. എന്താ കാരണം? എത്ര പ്രയത്നിച്ചിട്ടാണ്, എത്ര ആശിച്ചിട്ടാണത് നിറവേറിയത്? എന്താണ് ആ സന്തോഷം കുറച്ച് കാലം നിൽക്കാത്തത്? അത് പലപ്പോഴും നമ്മുടെ ആഗ്രഹം ആയിരിക്കുകയില്ല. നമ്മൾ സാധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് പലതും നമുക്ക് ശരിക്കും വേണ്ടതാണ് എന്നുള്ളത് കൊണ്ടല്ല. പരസ്യങ്ങളെല്ലാം കണ്ട് അത് വാങ്ങിച്ചപ്പോൾ സന്തോഷിച്ച ഒരാളുണ്ട്, ഇതുണ്ടാക്കി വിറ്റയാള്. ഇതുണ്ടാക്കി വിൽക്കാൻ തുടങ്ങുമ്പം ഗണപതി ഹോമമൊക്കെ ചെയ്ത് ഭഗവാനോടൊക്കെ പ്രാർത്ഥിച്ച് ഈ കാറ് വാങ്ങിക്കണമെന്ന് ഈ പരസ്യം കണ്ട് പലരും ആഗ്രഹിക്കണേ എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ആ കാറ് വേണമെന്നാഗ്രഹിച്ചത് സ്വന്തമാക്കുമ്പോൾ നടപ്പിലാകുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആഗ്രഹമാണെന്ന് കരുതി അത് സാധിപ്പിക്കുമ്പോൾ സന്തോഷിക്കുന്നത്
കാർ ഉണ്ടാക്കി വിറ്റ ആളാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഉള്ളതല്ല അത്. സ്വഭാവത്തിലുള്ളതാണ് എന്ന് വിചാരിക്കുക. അത് സാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കുറേ കാലം നിൽക്കും. അപ്പോൾ സ്വഭാവാനുസൃതമായിട്ട് ആഗ്രഹിക്കണം. അതെങ്ങനെയാണ് സാധിക്കുക? ധാർമ്മികമായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളത് എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് നമുക്കൊരു വസ്തുവിൻ്റെ സ്വഭാവത്തെ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ മനസ്സിലാവുന്നത്? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവുമായിട്ടോ വ്യക്തിയുമായിട്ടോ നാം അടുത്ത് ഇടപഴകണം. ശ്രദ്ധാപുരസരം ഇടപഴകുമ്പോഴാണ് നമുക്കൊരു വസ്തുവിനെയോ വ്യക്തിയെയോ മനസ്സിലാവുക. അപ്പോഴാണ് നമ്മൾ പറയുക, എനിക്ക് അയാളുടെ സ്വഭാവം നന്നായിട്ടറിയാം, എനിക്ക് ആ വസ്തു എങ്ങനെയാണ് ഇരിക്കുക, അതിൻ്റെ സ്വഭാവം എനിക്കറിയാം എന്ന് നമ്മൾ പറയുന്നത് അപ്പോഴാണ്. നമ്മുടെ സ്വഭാവം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ചിന്തിക്കുന്ന ചിന്തകൾ, ഇതെല്ലാം സശ്രദ്ധം നിരീക്ഷിക്കണം. ഇടപെടലുകൾ നടത്താതെ നമ്മൾ നിരീക്ഷിക്കണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ ഇടപെടലുകളൊന്നും നടത്താതെ, നമുക്ക് ഈ ഇടപെടൽ നടത്താതെ ഒരു കാര്യം ചെയ്യുക വലിയ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചില്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം കാര്യത്തിൽ ഇടപെട്ട് അത് കൊളാക്കും. ഇടപെടാതെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ശീലമില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മൾ കയറി ഇടപെടും. അതുകൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാകാതെ പോകുന്നത്. നമ്മൾ ഇടപെടാതെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ആ ഒബ്സർവേഷനിലൂടെ നമുക്ക് നമ്മുടെ സ്വഭാവം, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയും. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി കഴിയുമ്പോൾ വേണ്ടതിനും വേണ്ടാത്തതിനും വേണ്ടി പ്രവർത്തിക്കണം. വേണ്ടാത്തത് ഒഴിവാക്കാനും വേണ്ടത് കിട്ടാനും പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് അത് സഫലമാകുമ്പോഴാണ് സന്തോഷം കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നത് ആവുക. പക്ഷെ നമ്മളെ ആധ്യാത്മികതയുടെ പേരിൽ ആഗ്രഹിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് നമ്മുടെ മനസ്സ് ആധ്യാത്മിക തലത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും സംഘർഷഭരിതമാണ്. ആഗ്രഹങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ട്. എന്നാൽ അതുണ്ടാകരുത് എന്ന് പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. ഭഗവാൻ കൃഷ്ണനാണ് യുധിഷ്ഠിരനോട് കാമഗീത പറഞ്ഞു കൊടുത്തത്. ധാർമ്മികങ്ങളാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ധാർമ്മികങ്ങളായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. അതുമാത്രമാണ് നമ്മുടെ അധീനതയിലുള്ളത്. എൻ്റെ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രദ്ധാപുരസരം പ്രവർത്തിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. ആ പ്രവൃത്തിയുടെ ഫലം എനിക്ക് കിട്ടുന്നത് പ്രപഞ്ചത്തിലെ പല ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ്. ഒരു ഉദാഹരണമെടുത്ത് നമുക്കിത് വിശദമായി കേൾക്കാം. മാതാ അമൃതാനന്ദമയി ദേവിയുടെ മാതൃവാണി എന്ന മാസികയിൽ വളരെ പഴയ ലക്കത്തിൽ അമ്മ പറഞ്ഞ ഒരു കഥാഭാഗം, ഒരു ഉദാഹരണമാണ്. ഇത് വിശദമാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം. അതിലും നല്ലൊരു ഉദാഹരണം ഞാൻ കണ്ടിട്ടില്ല. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇതാണ് അമ്മയുടെ ഉദാഹരണം. റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ നിൽക്കുമ്പം നമ്മളൊന്നും ആഗ്രഹിക്കാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഒന്നും ആഗ്രഹിക്കാതെ റോഡിൻ്റെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താ ഇവിടെ നിൽക്കണത്? ഒന്നുമില്ല, വീട്ടിൽ നിന്ന് കാലുകൾ എന്നെ ഇറക്കി ഇവിടം വരെ കൊണ്ടുവന്നു. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണോ എന്നെ കൊണ്ടുപോകുന്നത്, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നയാൾ എൻ്റെ സ്ക്രൂ 2-3 എണ്ണം ഊരിപ്പോയോ എന്ന് സംശയിക്കും. അങ്ങനെ സംശയിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. കാരണം റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നയാളുടെ ആഗ്രഹം, ലക്ഷ്യം അപ്പുറത്തെത്തുക എന്നുള്ളതാണ്. റോഡ് ക്രോസ് ചെയ്യാൻ ഉള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഞാൻ പഠിച്ചതനുസരിച്ച്, സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ച ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് ക്രോസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ലെഫ്റ്റ് നോക്കി ഞാൻ പതുക്കെ ക്രോസ് ചെയ്യുന്നു. നിയമമനുസരിച്ച് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഞാൻ അപ്പുറത്തെത്തിക്കൊള്ളണം എന്ന് ഇല്ല. എന്താ കാരണം? ഞാൻ അപ്പുറത്തെത്തുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എതിരെ വരുന്ന, എൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് വരുന്ന വാഹനങ്ങളുടെ കണ്ടീഷനും അത് ഓടിക്കുന്നയാളുടെ കണ്ടീഷനും ആണ്. വാഹനങ്ങൾ നല്ല കണ്ടീഷനിലുള്ളതല്ല എങ്കിൽ, അതിന് ബ്രേക്കില്ല, അല്ലെങ്കിൽ അതേപോലെ മറ്റെന്തെങ്കിലും കുഴപ്പമുള്ളതാണെങ്കിൽ
ഒരു പക്ഷേ ഞാൻ പകുതി ക്രോസ് ചെയ്യുമ്പോൾ അത് വന്ന് എന്നെ ഇടിച്ചിടാൻ സാധ്യതയുണ്ട്. വണ്ടി ഓടിക്കുന്നയാളുടെ കണ്ടീഷൻ ശരിയല്ലെങ്കിൽ, ഉറങ്ങിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ, ഒരുപാട് ഉറക്കം വിളച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് അയാൾക്കൊന്ന് മയക്കം വന്നു പോയാൽ, അയാൾ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഞാൻ അപ്പുറത്തെത്താനുള്ള സാധ്യത കുറവാണ്. ഞാൻ റോഡിൻ്റെ അപ്പുറത്തെത്തുക എന്നുള്ള ലക്ഷ്യത്തെ പ്രാപിക്കുന്നത് പ്രപഞ്ചത്തിലെ പല ഘടകങ്ങളും കൂടി എനിക്ക് അനുകൂലമായി തീരുമ്പോഴാണ്. ആ ഘടകങ്ങളുടെ മുകളിൽ എനിക്ക് യാതൊരു അധികാരവും ഇല്ല. വണ്ടികളുടെ കണ്ടീഷൻ, വണ്ടികൾ പ്രോപ്പർ കണ്ടീഷനിലായിരിക്കണം എന്നതിൽ എനിക്ക് അധികാരമില്ല. വണ്ടി ഓടിക്കുന്നവരുടെ കണ്ടീഷൻ്റെ മുകളിലും എനിക്ക് അധികാരമില്ല. എനിക്കാകെ അധികാരമുള്ളത് ഞാൻ പഠിച്ച നിയമമനുസരിച്ച് ശ്രദ്ധയോടുകൂടി റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളതിൽ മാത്രമാണ്. മറ്റേത് എൻ്റെ അധികാര പരിധിയിൽ പെടുന്നതല്ല. എൻ്റെ അധികാര പരിധിയിൽ പെടാത്തതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ച് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. അടുത്ത വരി അതാണ് പറയണത്, മാ കർമ്മഫല ഹേതുർഭൂർ. കർമ്മഫലം ഹേതുവായിട്ടും കർമ്മം ചെയ്യരുത്. കർമ്മഫലത്തിൽ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ വെച്ചു പുലർത്തിക്കൊണ്ട് കർമ്മം ചെയ്യരുത്. കർമ്മഫലം ഹേതുവായിട്ട് കർമ്മം ചെയ്യുമ്പോൾ പ്രസന്റിലല്ല ഫ്യൂച്ചറിലാണ് നിൽക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപ്പുറത്തെത്തിയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മനോരാജ്യത്തിൽ മുഴുകിയാണ് ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ അപ്പുറത്തെത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കർമ്മഫലത്തെ ഹേതുവാക്കിക്കൊണ്ട് കർമ്മം ചെയ്യരുത്. കർമ്മഫലത്തെ ഹേതുവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചുകൊണ്ട്, അമിത പ്രതീക്ഷകൾ വെച്ച് പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കരുത്. അതെങ്ങനെയാണ് അതൊന്നും കൂടെ നമുക്ക് വിശദീകരിക്കാം. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുകയാണ്. അയാൾ വരച്ച ചിത്രം വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് കെട്ടാൻ പോകുന്ന കെട്ടിടത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അയാൾ ചിത്രം വരയ്ക്കുന്നതെങ്കിൽ ആ ചിത്രരചന പൂർണ്ണമായി കൊള്ളണം എന്നില്ല. ചിത്രരചന പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ആ രചനയിൽ ചിത്രകാരൻ മുഴുകണം. അത് വിറ്റ് കിട്ടുന്ന കാശിനെക്കുറിച്ചുള്ള ചിന്തകളിൽ ചേക്കേറിയിട്ടാണ് ചിത്രം രചിക്കുന്നതെങ്കിൽ അത് ഉത്തമം ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് കർമ്മഫലത്തിൽ, ഫ്യൂച്ചറിൽ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ വെച്ചു പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കരുത്. പ്രസന്റിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആയിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. പ്രസന്റിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം? ഇഷ്ടമുള്ളതായിരിക്കണം ചെയ്യുന്നത്. ഇഷ്ടമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാൾക്കു മാത്രമേ മുഴുകി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷ കലർന്ന ചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഈ പ്രവർത്തിക്കുമ്പോഴുള്ള സുഖവും അനുഭവിക്കാൻ സാധിക്കില്ല, ഭാവിയിലുള്ള സുഖവും അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ചിത്രകാരൻ ചിത്രം രചിക്കുന്നത് പോലെ കർമ്മഫലത്തിൽ അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ, കർമ്മഫലത്തെ ലാക്കാക്കിക്കൊണ്ടല്ലാതെ കർമ്മം ചെയ്യുക. അപ്പോൾ ആ കർമ്മം നമുക്കിഷ്ടമുള്ള ധാർമ്മികമായിട്ടുള്ള കർമ്മമായിരിക്കണം. ചിത്രം രചിക്കുന്നയാളുടെ ഇഷ്ടം ചിത്രം രചിക്കുക എന്നുള്ളതാണ്. അത് വിറ്റ് കിട്ടുന്ന കാശിനെക്കുറിച്ചല്ല അദ്ദേഹത്തിൻ്റെ ചിന്ത. നർത്തകൻ്റെ ശ്രദ്ധ തൻ്റെ അംഗചലനങ്ങളിലും ഭാവപ്രകടനത്തിലും ആയിരിക്കും. കാഴ്ചക്കാരുടെ കയ്യടിയുടെ ശബ്ദം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നർത്തകൻ നൃത്തം വയ്ക്കുന്നതെങ്കിൽ ചുവടുകൾ പിഴയ്ക്കും, കയ്യടിക്ക് പകരം കൂവലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഏതു പ്രവൃത്തിയാണോ നാം ചെയ്യുന്നത് അതിൽ ലീനരായിക്കൊണ്ട് ചെയ്യണം. അതിന് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കണം. നമ്മൾക്ക് അങ്ങനെ ഒരു ശീലമില്ല. നമ്മളെല്ലാം കിട്ടുന്നതിൻ്റെ പ്രലോഭനത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. എന്ത് കിട്ടും എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമുക്ക് സന്തോഷമില്ല, അതിൻ്റെ ഫലം കിട്ടുമ്പോഴും സന്തോഷമില്ല.
ഇഷ്ടമുള്ള പ്രവൃത്തിയിലാണ് വ്യക്തികൾ മുഴുകേണ്ടത്.